ജീവിച്ചിരിപ്പില്ലേ? ദത്തേട്ടൻ എന്താ പറഞ്ഞു വരുന്നത്? ആ കുട്ടിക്ക് എന്താ സംഭവിച്ചേ? സിദ്ധുവേട്ടൻ ഇത്രയ്ക്ക് തളർന്നു പോകാൻ മാത്രം എന്താ അവർക്കിടയിൽ സംഭവിച്ചത്? ആ കുട്ടി എങ്ങനെയാ മരിച്ചത്? അനു വിശ്വാസം വരാതെ സങ്കടത്തോടെ ചോദിച്ചു. അവൾ ആത്മഹത്യ ചെയ്തു. ദത്തൻ കണ്ണുകൾ മുറുകെ അടച്ചുകൊണ്ട് പറഞ്ഞു. ആത്മഹത്യയോ? എന്തിന്? ധന്യ വിശ്വാസം വരാതെ ചോദിച്ചു. സിദ്ധുവിന് വേണ്ടി. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? സിദ്ധുവേട്ടന് വേണ്ടി ആത്മഹത്യ ചെയ്തെന്നോ? എന്താ ആശിച്ചായ ഇതൊക്കെ? ധന്യയുടെ കണ്ണുകൾ നിറഞ്ഞു. അതെ. പാലക്കാട്ടുള്ള ഒരു അഗ്രഹാരത്തിലാ അവൾ ജനിച്ചതും വളർന്നതുമൊക്കെ. പഠിക്കാനായി ഞങ്ങളുടെ കോളേജിൽ വന്നപ്പോഴാണ് അവിടെ വെച്ച് സിദ്ധു അവളെ കാണുന്നതും പരിചയപ്പെടുന്നതും. ആരോടും സംസാരിക്കുകയോ അടുത്തിടപെടുകയോ ചെയ്യാത്ത അവളെ ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ധാരണകൾ തെറ്റിച്ചുകൊണ്ട് അവൾ ഞങ്ങളോടുമായി വേഗത്തിൽ കൂട്ടായി. മറ്റാരോടും കൂട്ടുകൂടാത്ത അവൾ ഞങ്ങളോട് മാത്രം കൂട്ടായി. കൂടുതലും സിദ്ധുവുമായി. ഞങ്ങൾക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവൾക്ക് സിദ്ധുവിനോട് ഒരു അടുപ്പക്കൂടുതൽ ഉണ്ടെന്ന്. ഞങ്ങളുടെ സംശയത്തെ തിരുത്തിക്കൊണ്ട് അവൾ തന്നെ സിദ്ധുവിനെ ഇഷ്ടമാണെന്ന് ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ അവനോട് പറഞ്ഞു. ആദ്യമൊക്കെ അവനത് ശക്തമായി എതിർത്തു. പക്ഷേ അവളുടെ സ്നേഹത്തിന് മുന്നിൽ അവന് അധികനാൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾക്കും അതിൽ വലിയ സന്തോഷം തന്നെയായിരുന്നു. അവളെപ്പോലെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു നല്ല കുട്ടി അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിൽ ഞങ്ങളേറെ സന്തോഷിച്ചു. അവരുടെ പ്രണയം വളർന്നു. മറ്റാരെങ്കിലും അവരുടെ ബന്ധത്തെക്കുറിച്ച് അറിയുന്നത് ജനനിക്ക് നന്നേ പേടിയുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ രഹസ്യമായി എല്ലാം മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ അവിടെയും ദൈവം മറ്റൊരു വഴിയിലൂടെ അവരെ തോൽപ്പിച്ചു. ഞങ്ങളുടെ ബാച്ചിൽ തന്നെ ജനനിയുടെ മേൽ കണ്ണുള്ള മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകൾ എപ്പോഴും ജനനിക്ക് ചുറ്റുമുള്ളത് ഞങ്ങൾ കാണാതെ പോയി. അവരുടെ പ്രണയബന്ധം അവൻ കണ്ടുപിടിച്ചു. അവൻ്റെ പ്രണയം കണ്ടില്ലെന്ന് നടിച്ച് സിദ്ധുവിനെ അവൾ പ്രണയിച്ചതിൻ്റെ വൈരാഗ്യത്തിൽ അവൻ അവളുടെ വീട്ടിൽ സിദ്ധുവിൻ്റെ കാര്യം വിളിച്ചറിയിച്ചു. അന്ന് അവിടെ നിന്നും അവളെ അച്ഛനും അവളുടെ ഏട്ടനും ചേർന്ന് കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ ഞങ്ങൾക്ക് ജനനിയെ കാണാൻ കഴിഞ്ഞിട്ടില്ല. കോളേജിലും സ്ഥിരമായി പോകാറുള്ളിടത്തും എവിടെയും അവളെ കാണാൻ കഴിയാതെയായി. ഒരു ഫോൺ കോളോ മെസ്സേജോ ഒന്നുമില്ലാതായി. സിദ്ധുവും ആകെ തളർന്നുപോയി. അവൻ ഒന്നിനും ശ്രദ്ധിക്കാതെയായി. ഏതു നേരവും എന്തോ ആലോചിച്ചിരിക്കും. ഇടയ്ക്ക് കണ്ണുകൾ നിറഞ്ഞു കവിയുന്നത് കാണാം. അവൻ്റെ സങ്കടം കണ്ട് നിൽക്കാൻ കഴിയാതെ ഞങ്ങൾ അവളെ അന്വേഷിച്ച് അവളുടെ വീട്ടിൽ പോകാൻ തീരുമാനിച്ചു. പോവുകയും ചെയ്തു. പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവസ്ഥ വളരെ മോശമായിരുന്നു. അവളെ അവർ അവിടെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഞങ്ങളെ അവിടെ കണ്ടതും അവളുടെ അച്ഛനും ഏട്ടനും ഞങ്ങളെ അവിടെ നിന്നും പുറത്താക്കാൻ നോക്കി. അവളുടെ അമ്മ ഒരു സൈഡിൽ നിന്ന് കരയുന്നുണ്ടായിരുന്നു. അവൾക്ക് താഴെ ഒരു അനുജത്തി ഉണ്ടെന്നും സിദ്ധു കാരണം അവളുടെ ജീവിതം കൂടി നശിപ്പിക്കരുതെന്നും പറഞ്ഞ് അവർ ഞങ്ങളെ ആട്ടി ഓടിക്കാൻ ശ്രമിച്ചു. ജനനിയെ ഒന്ന് കണ്ടാൽ മതി, എന്നിട്ട് പൊയ്ക്കോളാം എന്ന് സിദ്ധു യാചിക്കും പോലെ പറഞ്ഞിട്ടും അവർ അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. അവസാനം അവളുടെ അമ്മ ഇടപെട്ട് അവളെ കാണാൻ അനുവദിച്ചു. ദിവസങ്ങൾക്ക് ശേഷമാണ് അന്ന് ഞങ്ങൾ അവളെ കാണുന്നത്. എപ്പോഴും പുഞ്ചിരിക്കുന്ന അവളുടെ ചുണ്ടുകളിലെ പുഞ്ചിരി മാഞ്ഞിരുന്നു. നക്ഷത്രം പോൽ തിളങ്ങിയിരുന്ന അവളുടെ കണ്ണുകൾക്ക് ചുറ്റും കറുപ്പ് പടർന്നിരുന്നു. മുഖത്തും കയ്യിലും ദേഹമാകെ അടികൊണ്ട് തിണർത്ത പാടുകൾ. ജീവനുള്ള ഒരു പാവയെപ്പോലെ അവൾ ഞങ്ങളുടെ മുന്നിൽ വന്നു നിന്നു. അവൾ കണ്ണുകളെ ഉയർത്തി ഞങ്ങളെ ഒന്ന് നോക്കി. സിദ്ധുവിൻ്റെ മുഖം കണ്ണിൽ പതിഞ്ഞതും അവളുടെ കണ്ണുകളിൽ ആ പഴയ തിളക്കം ഞങ്ങൾ വീണ്ടും കണ്ടു. അവൾ മറ്റൊന്നും ആലോചിക്കാതെ ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അടുത്ത നിമിഷം അവളുടെ അച്ഛൻ തടയാൻ ശ്രമിച്ച സിദ്ധുവിനെയും അയാൾ തല്ലി. ജാതിയും മതവും ഏതാണെന്നറിയാത്ത ആരോരുമില്ലാത്ത ഒരു അനാഥന് തൻ്റെ മകളെ കൊടുക്കില്ലെന്ന് അയാൾ തീർത്തു പറഞ്ഞു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അയാൾ വീണ്ടും വീണ്ടും അനാഥൻ എന്ന് വിളിച്ച് സിദ്ധുവിനെ അപമാനിച്ചു. അതിൽ സിദ്ധു തളർന്നുപോയി. അവൻ അവർക്ക് മുന്നിൽ തല കുനിച്ചു. അവൻ്റെ തല താഴ്ന്നത് കണ്ടു നിൽക്കാൻ കഴിയാതെ ജനനി സിദ്ധുവിൻ്റെ മുന്നിലേക്ക് വന്ന് അവനോട് അവിടെ നിന്നും ഇറങ്ങിപ്പൊയ്ക്കോളാൻ പറഞ്ഞു. ഇനി ഒരിക്കലും അവളെ കാണാൻ ശ്രമിക്കരുതെന്നും അവൾക്ക് അവനെ ഇഷ്ടമില്ലെന്നും പറഞ്ഞു. അത്രമാത്രം പറഞ്ഞ് ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ അവൾ മുറിക്കുള്ളിൽ കയറി കതകടച്ചു. സിദ്ധുവിന് അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഞങ്ങൾക്കും ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. എല്ലാം തകർന്നവനെ പോലെ ഞങ്ങൾക്കൊപ്പം സിദ്ധു ആ വീടിൻ്റെ പടിയിറങ്ങി. അന്നത്തെ ദിവസം എങ്ങനെയൊക്കെയോ കഴിഞ്ഞുപോയി. പിറ്റേ ദിവസം അവളുടെ മരണവാർത്ത അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഉറക്കമുണരുന്നത്. അവളുടെ വേദനകളും സിദ്ധുവിനോടുള്ള അണങ്ങാത്ത പ്രണയവും എല്ലാം ഒരു മുഴം കയറിൽ അവൾ അവസാനിപ്പിച്ചു. ഒരു ഭ്രാന്തനെ പോലെ അവളുടെ വീട്ടിലേക്ക് ഓടിക്കയറിയ സിദ്ധുവിൻ്റെ മുഖം ഇപ്പോഴും മനസ്സിൽ മായാതെ കിടപ്പുണ്ട്. അവളുടെ ചലനമത്ത ശരീരത്തെ കെട്ടിപ്പുണർന്ന് അവൻ വാവിട്ട് കരഞ്ഞു. അന്ന് അവനെ ആരും തടഞ്ഞില്ല. അനാഥനെന്ന പേരിൽ അപമാനിച്ചവരോ ചവിട്ടിത്താഴ്ത്തിയവരോ ആരും. സമനില തെറ്റിയവനെ പോലെ അവൻ പൊട്ടി പൊട്ടി കരഞ്ഞു. ചങ്ക് തകരുന്ന വേദനയോടെ എല്ലാം കണ്ടു നിൽക്കാനല്ലാതെ ഒന്നിനും ഞങ്ങൾക്ക് കഴിയാതെ പോയി. ആ സംഭവത്തിന് ശേഷം സിദ്ധു ആകെ മാറിപ്പോയി. അവൻ്റെ പഴയ കളിയും ചിരിയും എല്ലാം അവനിൽ നിന്ന് അന്യമായി പോയി. കൂടുതലും ഞങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനും ഒറ്റയ്ക്കിരിക്കാനും അവൻ ഇഷ്ടപ്പെട്ടു. ആരോടും അധികം സംസാരമില്ല. ചോദിച്ചാൽ ഒരു മൂളലിലോ ചിരിയിലോ അവൻ മറുപടി ഒതുക്കും. കോളേജ് ലൈഫ് കഴിഞ്ഞ് പുതിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അവൻ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങിയത്.
എങ്കിലും കൂടുതൽ അവൻ എല്ലാത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിക്കാറുണ്ട്. ഒറ്റയ്ക്ക് ഞങ്ങളെപ്പോലും കൂട്ടാതെ ട്രിപ്പ് എന്ന് പറഞ്ഞ് ഒരു പോക്ക് പോകും. പിന്നെ എപ്പോഴെങ്കിലും ആകും തിരിച്ചു വരിക. മമ്മിയെ പേടിച്ചിട്ടാ കൂടുതലും പെട്ടെന്ന് തിരിച്ചെത്താറുള്ളത്. അങ്ങനെ പോകുന്നതിൽ ഞങ്ങളും അവനെ തടയാറില്ല. പഴയ ജീവിതത്തിലേക്ക് അവൻ തിരികെ വന്നത് തന്നെ ഞങ്ങൾക്ക് വലിയ കാര്യമാണ്. നിവി അവളുടെ ഇഷ്ടം അവനോട് തുറന്നു പറഞ്ഞ് അന്ന് തന്നെ അവൻ ഞങ്ങളോട് അത് പറഞ്ഞിരുന്നു. കേട്ടപ്പോൾ സന്തോഷം തോന്നി. പക്ഷേ ഇനിയൊരാളുടെ ജീവനും ജീവിതവും താൻ കാരണം നഷ്ടപ്പെടരുതെന്നുള്ള വാശിയിലാണ് അവൻ. എല്ലാം ഒന്ന് മാറി വരാൻ സമയമെടുക്കും. ജനനിയുടെ മരണത്തിൽ അവൻ അത്രത്തോളം തളർന്നു പോയിരുന്നു. ആഷി ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു നിർത്തി. ധന്യയുടെയും അനുവിന്റെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദേവനും വല്ലാത്തൊരവസ്ഥയിൽ നിന്നു പോയി. ഞങ്ങൾക്ക് അവനെ നിർബന്ധിക്കാൻ കഴിയില്ല. അവന്റെ മനസ്സ് അത്രത്തോളം തകർന്നു പോയിരുന്നു. നിവിയെ അവൻ സ്വീകരിക്കുമോ എന്ന് അറിയില്ല. നമുക്ക് ശ്രമിക്കാം. അല്ലാതെ ഒന്നിനും ഒരു ഉറപ്പ് പറയാൻ കഴിയില്ല. വേണ്ട. ദത്തൻ പറഞ്ഞു നിർത്തിയതും നിവിയുടെ ശബ്ദം അവിടെ ഉയർന്നു. എല്ലാവരും തിരിഞ്ഞു നോക്കി. എല്ലാവരും ഒരു നിമിഷം ഒന്ന് ഞെട്ടി. അവളുടെ ചുവന്നു കലങ്ങിയ കണ്ണുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവർ പറഞ്ഞതൊക്കെ അവൾ കേട്ടിട്ടുണ്ടോ എന്ന്. മോളെ, ദത്തൻ അവളെ സങ്കടത്തോടെ വിളിച്ചു. സാരമില്ല ഏട്ടാ, ഒന്നും പറയണ്ട. എനിക്ക് മനസ്സിലാകും. തെറ്റെന്റെ ഭാഗത്താ. ഒന്നും അറിയാതെ ഞാൻ സിദ്ധുവേട്ടനോട് തോന്നിയ ഇഷ്ടം മനസ്സിൽ തന്നെ വയ്ക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്റെ തുറന്നു പറച്ചിൽ സിദ്ധുവേട്ടനെ ഇത്രയും നോവിക്കുമെന്ന് അറിയില്ലായിരുന്നു. ഞാനെല്ലാം മറന്നാളോ ഏട്ടാ. എനിക്ക് വിഷമമില്ല. നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അവളുടെ വേദന നിറഞ്ഞ പുഞ്ചിരി കാണെ കണ്ടു നിന്നവരുടെ നെഞ്ചു പിടഞ്ഞു. എല്ലാവരും വാ, താഴെ കഴിക്കാൻ വിളിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ വിളിക്കാൻ വന്നതാ. ഇനിയും ചെന്നില്ലെങ്കിൽ മമ്മി ഇങ്ങോട്ട് കയറി വരും. പിന്നെ തല്ല് കൊള്ളേണ്ടി വരും, പറഞ്ഞേക്കാം. വേഗം വായോ. അവളൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങിപ്പോയി. ചിരിക്കുമ്പോഴും തന്റെ നെഞ്ചു വിങ്ങുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. അവൾ താഴെയുള്ള ഒരു മുറിയിലേക്ക് ഓടിക്കയറി. അത്രയും നേരം പിടിച്ചു വച്ചിരുന്ന കണ്ണുനീർ നിയന്ത്രണമില്ലാതെ അണപൊട്ടി ഒഴുകി. അവളുടെ കരച്ചിൽ ചീലുകൾ ഉച്ചത്തിലായാലും അവൾ രണ്ടു കൈയും കൊണ്ട് വാ പൊത്തിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഉള്ളിലെ സങ്കടം ഒരു പരിധിവരെ തീർന്നതും അവളുടെ കരച്ചിലിന്റെ ശക്തി കുറഞ്ഞു. ഏങ്ങല്ലുകൾ മാത്രം ബാക്കിയായി. പെട്ടെന്ന് എന്തോ തീരുമാനിച്ചതുപോലെ അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു. ഇല്ല, ഇനി താൻ കരയാൻ പാടില്ല. എല്ലാം മറക്കണം. മറന്നേ പറ്റൂ. ഇല്ലെങ്കിൽ താൻ കാരണം സിദ്ധുവേട്ടൻ ഇനിയും വേദനിക്കും. അത് പാടില്ല. അവൾ മുഖം രണ്ട് കൈകൾ കൊണ്ട് അമർത്തി തുടച്ച് മുഖത്തൊരു പുഞ്ചിരിയും വരുത്തി പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും സിദ്ധുവിനെയും കൂട്ടി ബാക്കിയുള്ളവരും എത്തിയിരുന്നു. എല്ലാവരോടും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴും നിവിക്ക് മാത്രം ഒന്നും കഴിക്കാൻ കഴിഞ്ഞില്ല. തൊണ്ടയിൽ നിന്നും ഒന്നും ഇറങ്ങാത്തതുപോലെ. എങ്കിലും ഒരിക്കൽ പോലും അവളുടെ കണ്ണുകൾ സിദ്ധുവിനെ നേരെ നീണ്ടില്ല. അത് സിദ്ധുവും ശ്രദ്ധിച്ചിരുന്നു. അവളുടെ വാടിയ മുഖവും ഒരിക്കൽ പോലും തനിക്ക് നേരെ നീളാത്ത മിഴികളിൽ നിന്നും അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്ന് സിദ്ധുവിനും മനസ്സിലായി. എങ്കിലും അതവൻ കണ്ടില്ലെന്ന് നടിച്ചു. ദത്താ, നിവിക്ക് എന്താ പറ്റിയത്? വൈകുന്നേരം എല്ലാവരും ഒരുമിച്ച് ഹാളിൽ ഇരിക്കുമ്പോഴാണ് സിദ്ധു ഇത് ചോദിക്കുന്നത്. ആഷിയും അനുവും ദേവനും എമിയും ദത്തനും ധന്യയും അവിടെ തന്നെ ഉണ്ട്. അമ്മമാരും ജേക്കബും അവരവരുടെ മുറികളിലാണ്. നിവി മാത്രം അവിടെയില്ല. രാവിലെ വരെ അവനോട് കുറുമ്പോടെ സംസാരിച്ചിരുന്ന നിവി കുറച്ചു മണിക്കൂറുകളായി തന്നെ കാണുമ്പോൾ തല കുനിച്ച് ഒഴിഞ്ഞുമാറി നടക്കുന്നത് അവൻ ശ്രദ്ധിച്ചിരുന്നു. അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് അവന് ഇതിനോടകം തന്നെ മനസ്സിലായി. നിവിക്കെന്താ? അവൾക്കൊന്നുമില്ല, ആഷി പെട്ടെന്ന് ചാടിക്കയറി പറഞ്ഞു. പിന്നെ എന്താ അവൾ ഇവിടെ നമ്മുടെ കൂടെ ഇരിക്കാതെ ഒഴിഞ്ഞുമാറി റൂമിലേക്ക് പോയത്? വിടാൻ ഉദ്ദേശമില്ലാതെ സിദ്ധു വീണ്ടും ചോദിച്ചു. അവൾക്ക് തലവേദനയാണെന്ന് പറഞ്ഞു. പാവം കിടക്കുവാ സിദ്ധുവേട്ടാ, എമി സങ്കടത്തോടെ പറഞ്ഞു. അതിന് സിദ്ധു ഒന്ന് മൂളി. പിന്നീട് അക്കാര്യം ആരും സംസാരിച്ചില്ല. നിവിയുടെ അവസ്ഥ എല്ലാവരിലും ഒരു വേദനയായി മാറിയിരുന്നു. അപ്പോഴേക്കും എന്തുകൊണ്ടോ അവളുടെ മാറ്റം സിദ്ധുവിനെ അലട്ടി. അവൻ കൂടുതൽ അസ്വസ്ഥനാകാൻ തുടങ്ങി. അത് മറ്റാരും മനസ്സിലാക്കിയില്ലെങ്കിലും ദത്തനും ആഷിയും മനസ്സിലാക്കിയിരുന്നു. നിവിയെ ഓർത്ത് അവൻ ആവലാതിപ്പെടുന്നത് കണ്ട് ദത്തനും ആഷിയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണു ചിമ്മി. സാറേ. ഫ്ളാറ്റിന്റെ ബാൽക്കണി റെയിലിങ്ങിൽ കൈകൾ താങ്ങി വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്ന ശിവശങ്കറിനെ നോക്കി വിളിച്ചുകൊണ്ട് കോശി അയാൾക്കരികിലേക്ക് വന്നു നിന്നു. എന്താ കോശി, പറയ്. സാർ, എത്ര നാൾ ഇങ്ങനെ ഇവിടെ ആരും അറിയാതെ ഒളിച്ചു കഴിയും? ആ ദത്തൻ എന്ന് പറയുന്നത് എന്നായാലും സാറിനെ കണ്ടുപിടിക്കും, ഒപ്പം എന്നെയും. അന്ന് ശ്രീദേവിന് ആക്സിഡന്റ് ഉണ്ടാക്കിയ ആ ലോറി ഡ്രൈവർ എന്റെ കൂട്ടാളിയാണെന്ന് അവന് നന്നായി അറിയാം. കോശിയുടെ മുഖത്ത് ഭയം നിറഞ്ഞു. നീ ഇപ്പോഴും ദത്തനെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല കോശി. നീ കരുതും പോലെ നമ്മളിവിടെ ഒളിവിൽ താമസിക്കുകയല്ല. നമ്മൾ ഇവിടെ ഉണ്ടെന്നും എന്തിന്, ഇപ്പോൾ നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ നിറം പോലും അവന് കൃത്യമായി അറിയാൻ കഴിയും. നമ്മളിപ്പോഴും അവന്റെ വലയത്തിനുള്ളിൽ തന്നെയാണ്. അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ നമുക്കൊരിക്കലും കഴിയില്ല. ശിവശങ്കറിന്റെ വെളിപ്പെടുത്തലിൽ പോലും കോശിയുടെ ശരീരം വിറച്ചു. 1 മാസം മുമ്പ് ശിവശങ്കറിന്റെ ഫോണിലേക്ക് വന്ന ഒരു വീഡിയോയുടെ കാര്യം അയാൾ പേടിയോടെ ഓർത്തു.
മഹിയെ ഒരു ദയയുമില്ലാതെ ഉപദ്രവിക്കുന്ന ദത്തൻ, അയാളെ ക്രൂരമായി മറ്റു പല രീതികളിലും ഉപദ്രവിക്കുന്ന ദേവനും ആഷിയും സിദ്ധുവും. ആ ഓർമ്മയിൽ പോലും അയാൾ വിയർത്തു കുളിച്ചു. ശിവശങ്കറിന്റെ അവസ്ഥയും മറിച്ചല്ല. തന്റെ അവസ്ഥ ഇതിലും ഭയാനകമാണെന്ന് അയാൾക്ക് നന്നായി തന്നെ അറിയാം. കോശി, അവൻ നമ്മളെ കൊല്ലും മുമ്പ് അവനെ നമുക്ക് തീർക്കണം. അതിന് ഏത് വിധേന ആയാലും. ഈ വീക്കല്ലേ പുതിയ ടെൻഡർ ദത്തന്റെ കമ്പനിക്ക് കിട്ടിയതിന്റെ സെലിബ്രേഷൻ വച്ചിരിക്കുന്നത്. നമുക്കതിന് പോകണം കോശി. സെലിബ്രേഷന്റെ തിരക്കിൽ അവൻ നമ്മളെ ശ്രദ്ധിക്കില്ല. നല്ലൊരവസരം കിട്ടിയാൽ തീർക്കണം അവനെ. ശിവശങ്കറിന്റെ കണ്ണുകൾ ദത്തനോടുള്ള പകയെരിഞ്ഞു. അയാൾ കണ്ണുകൾ ക്രൂരമായി തിളങ്ങി. ചുണ്ടിൽ വന്യമായ ചിരി വിരിഞ്ഞു. അതേ ചിരി കോശിയിലേക്കും പടർന്നു. അതേ, ദത്തന്റെ നെഞ്ചോരം ചേർന്ന് കിടന്നുകൊണ്ട് അവനെ തോണ്ടി വിളിക്കുവാണ് ധന്യ. എന്തോ ആലോചനയിൽ കിടക്കുന്നത് കൊണ്ട് അവൾക്ക് മറുപടിയായി അവനൊന്ന് മൂളിയതേയുള്ളൂ. അതേ, അവൻ നോക്കുന്നില്ലെന്ന് കണ്ടതും അവൾ അവനെ വീണ്ടും തോണ്ടി വിളിച്ചു. അവൻ വീണ്ടും മൂളി. എടാ രാവണ, ഇങ്ങോട്ട് നോക്ക്. നഗ്നമായ അവന്റെ നെഞ്ചിൽ ആഞ്ഞു കടിച്ചുകൊണ്ട് ധന്യ അലറി. എടി കുരുപ്പേ, നിനക്കിത് എന്തിന്റെ കേടാ? എന്റെ നെഞ്ച് കടിച്ചു പറിച്ചല്ലോടി പട്ടിക്കുട്ടി. അവൻ നെഞ്ചൊഴിഞ്ഞുകൊണ്ട് അവളെ നോക്കി കണ്ണുരുട്ടി. ഞാൻ പിന്നെ എന്ത് വേണം? എത്ര നേരമായി വിളിക്കുന്നു? ആര് വിളിച്ച്? എന്നെ ആരും വിളിച്ചില്ല. ദത്തൻ ചുണ്ടുകൊട്ടി. നിങ്ങളുടെ ചെവിയും അടിച്ചു പോയോ? ഞാൻ പിന്നെ ഇത്രയും നേരം ആരെയായി വിളിച്ചുകൊണ്ടിരുന്നത്? ധന്യ അവനെ നോക്കി കണ്ണുരുട്ടി. അതിന് നീ എന്നെ എന്തിനാ വിളിച്ചത്? ഞാനൊന്നും കേട്ടിട്ടില്ലല്ലോ. ദത്തൻ അവളെ ദേഷ്യം പിടിപ്പിക്കാൻ കുറുമ്പോടെ പറഞ്ഞു. അത് പിന്നെ അതേ, അവൾ ചമ്മലോടെ പറഞ്ഞു. എന്തോന്നാ? നീ എന്താ സീരിയൽ നടിയോ? അതേ, നോക്കൂ എന്നൊക്കെ വിളിക്കാൻ. അവൾ അവനെ നോക്കി ഇളിച്ചു കാണിച്ചു. ഇളിക്കല്ലേ, ഇനിയും ഇങ്ങനെ വിളിച്ചാൽ ഞാൻ വിളി കേൾക്കില്ല, ദത്തൻ ഗൗരവത്തോടെ പറഞ്ഞു. ഞാൻ പിന്നെ എന്ത് വിളിക്കാനാ? എനിക്കറിയില്ല. ധന്യയുടെ മുഖം വാടി. ഞാൻ നിന്നെ എന്താ വിളിക്കുന്നത്? അത് ശ്രീന്ന്. ആണല്ലോ. അതുപോലെ നിനക്കും എന്നെയും എന്തെങ്കിലും വിളിക്കാൻ പാടില്ലേ? ചുമ്മാ എപ്പോഴും അതേ, നോക്കൂ, തേങ്ങാക്കോല കേൾക്കുമ്പോൾ പെരുവിരളിന്ന് പെരുത്തു വരും എനിക്ക്. നിനക്ക് എന്നെ ഇനിയും അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വിളിയിൽ പോലും ഈ അകൽച്ച. അവന്റെ മുഖത്ത് തീർത്തും ഗൗരവം നിറഞ്ഞു. എന്തൊക്കെയായി പറയുന്നത്? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. ശരിക്കും അറിയാഞ്ഞിട്ടാ എന്താ വിളിക്കേണ്ടതെന്ന്. രമിയും നീയും എന്നെ എന്താ വിളിക്കുന്നതെന്ന് നിനക്കറിയില്ലേ? അറിയാം. ദത്തേട്ടൻ എന്നല്ലേ? അറിയാമല്ലോ. നിനക്കും അതുപോലെ വിളിച്ചൂടെ? അയ്യേ, അത് കൊള്ളില്ല. എല്ലാവരും വിളിക്കുന്നത് പോലെ ഞാൻ വിളിക്കില്ല, ധന്യ കുറുമ്പോടെ പറഞ്ഞു. പിന്നെ എന്ത് വിളിക്കും? അവനും അതേ കുറുമ്പോടെ ചോദിച്ചുകൊണ്ട് അവളുടെ ഇടുപ്പിൽ പിടിമുറുക്കി. അവളൊന്ന് പിടഞ്ഞുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ വെള്ളാരം കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന കുറുമ്പ് ധന്യയെ തളർത്തി. അവൾ അറിയാതെ ഉമിനീർ ഇറക്കിപ്പോയി. പറയ് ശ്രീ, എന്താ വിളിക്കുക? അവന്റെ സ്വരം കാറ്റുപോലെ പതിഞ്ഞുപോയി. അത് അവൾ വെക്കി. പറയ് ശ്രീ. പറയുന്നതിനോടൊപ്പം അവന്റെ കൈ ഇടുപ്പിൽ നിന്ന് ധാവണിക്കുള്ളിലൂടെ അവളുടെ ആലില വയറിൽ ഇഴഞ്ഞു. അവളൊന്ന് പിടഞ്ഞുകൊണ്ട് അവന്റെ തോളിൽ കൈ അമർത്തി. പറയ് ശ്രീ. ഓരോ തവണ ചോദിക്കുമ്പോഴും അവന്റെ കൈയുടെ സ്ഥാനം മാറിക്കൊണ്ടിരുന്നു. അവന്റെ വിരലുകളുടെ ചലനത്തിൽ അവൾ പൊള്ളിപ്പിടഞ്ഞു. വേഗം പറയ് ശ്രീ, എന്താ വിളിക്കുക? അവന്റെ ഇടത് കൈയുടെ പെരുവിരൽ അവളുടെ പൊക്കിൾ ചുഴിയിലേക്ക് ചുറ്റും വലയം വെച്ചു. ധന്യ ആകെ വിയർത്തു. അവളുടെ നാവ് പോലും ചലിക്കാൻ കഴിയാത്ത വിധം തളർന്നുപോയി. പറയ് ശ്രീ. പറയുന്നതിനോടൊപ്പം അവന്റെ പെരുവിരൽ അവളുടെ പൊക്കിൾ ചുഴിയിൽ അമർന്നു. കണ്ണേട്ടാ, അവളൊരു പിടച്ചിലോടെ വിളിച്ചുകൊണ്ട് അവന്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് അമർന്നു. അവളുടെ കണ്ണേട്ട എന്നുള്ള വിളിയിൽ ദത്തന്റെ കണ്ണുകൾ വിടർന്നു. അവൻ ഇരുകൈകൾ കൊണ്ടും അവളെ വരിഞ്ഞു മുറുക്കി. ഇനി എന്നും അങ്ങനെ വിളിച്ചാൽ മതി ശ്രീ. എന്നെ ആരും അങ്ങനെ വിളിച്ചിട്ടില്ല. ദത്തന്റെ വാക്കുകൾ ഇടറി. ധന്യ അവനെ ഒന്നുകൂടി മുറുകെ പുണർന്നുകൊണ്ട് അവന്റെ ചെവിക്ക് താഴെയായി ചുണ്ടമർത്തി. അവളുടെ ചുണ്ടുകളുടെ മൃദുലതയിൽ അവന്റെ ശരീരം വിറച്ചു. അവൻ വേഗം അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി. ധന്യ സംശയത്തോടെ അവനെ നോക്കി. അവന്റെ മുഖത്ത് പതർച്ചയാണ്. അത് അവൾക്ക് നന്നായി മനസ്സിലാവുകയും ചെയ്തു. ഇനിയും എന്താ? എന്തിനാ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്? ധന്യ അവനെ ചൊഴ്ന്നു നോക്കിക്കൊണ്ട് ചോദിച്ചു. സമയമായിട്ടില്ല ശ്രീ. നമുക്ക് ഒന്നു ചേരാൻ ഇനിയും തടസ്സങ്ങൾ ബാക്കിയാണ്. എനിക്ക് ചെയ്തു തീർക്കാൻ കുറച്ച് കാര്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. ഇനി എന്താ? ഞാനിപ്പോൾ ആഗ്രഹിച്ചു പോകുന്നു നിങ്ങളുമായി എല്ലാ അർത്ഥത്തിലും ഒന്നാകാൻ, മെയ്യും മനസ്സും പങ്കുവയ്ക്കാൻ. നമുക്ക് ജീവിക്കണ്ടേ? ധന്യയുടെ കണ്ണുകൾ നിറഞ്ഞു. അറിയാം ശ്രീ, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ നീ ഇനി കാത്തിരുന്നേ മതിയാകൂ. ചിലപ്പോൾ ഇതൊക്കെ നീ മാറ്റി പറഞ്ഞെന്നിരിക്കും, എന്നെ വെറുത്തെന്നിരിക്കും. അപ്പോൾ പിന്നെ നമ്മുടെ ഒന്നുചേരൽ ഒരു തെറ്റായിപ്പോയി എന്ന് നിനക്ക് തോന്നും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതിനു വേണ്ടിയാണ് ഞാൻ. ദത്തൻ പൂർത്തിയാക്കാതെ നിർത്തി. എന്തൊക്കെയാ പറയുന്നത്? ഞാൻ എന്തിന് നിങ്ങളെ വെറുക്കണം? അടുത്തത് ഞാൻ ഇല്ലാതാക്കാൻ പോകുന്നത് നിന്റെ അച്ഛനെയാണ്. അവൻ കണ്ണുകൾ മുറുകെ അടച്ച് അവളിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിന്
അവൾ കൂസലില്ലാതെ ചോദിച്ചു. അവൻ കണ്ണു തുറന്ന് അവളെ മിഴിച്ചു നോക്കി. നിനക്ക് വിഷമം തോന്നുന്നില്ലേ? എന്നോട് ദേഷ്യം തോന്നുന്നില്ലേ? അവൻ സംശയത്തോടെ ചോദിച്ചു. എന്തിന്? നിങ്ങൾക്ക് എന്താ കണ്ണേട്ടാ? ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നും ഞാൻ അയാളെ പടിയടച്ച് പിണ്ടം വച്ചെന്ന്. പിന്നെ അയാൾ മരിച്ചാലും ജീവിച്ചാലും എനിക്കെന്താ? അമ്മയ്ക്കും ഏട്ടനും ഇല്ലാത്ത ഒരു ദുഃഖവും എനിക്കുമില്ല. പിന്നെ ചത്തെന്നറിയുമ്പോൾ ഉള്ളന്നു പിടഞ്ഞേക്കാം. ഒരേ രക്തമായി പോയില്ലേ, അതുകൊണ്ട് മാത്രം. അവൾ നിറഞ്ഞു വന്ന കണ്ണുകളെ തുടച്ചു നോക്കി. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അയാളുടെ കാര്യവും പറഞ്ഞ് എൻ്റെ ആഗ്രഹങ്ങൾ ഇല്ലാതാക്കാൻ നോക്കിയാലുണ്ടല്ലോ. അവൻ്റെ മുഖം പിടിച്ച് അവൾക്ക് നേരെ തിരിച്ചുകൊണ്ട് അവൾ അവനെ നോക്കി കണ്ണുരുട്ടി. ദത്തൻ അവളെ മിഴിച്ചു നോക്കി. ഓരോ കണ്ടുപിടുത്തങ്ങളുമായിട്ട് വന്നേക്കുക. മനുഷ്യനിവിടെ ഓരോന്നൊക്കെ സ്വപ്നം കണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? വെറുക്കും പോലോ. ഇയാൾക്കറിയില്ലല്ലോ എൻ്റെ ഹൃദയം ഇടിക്കുന്നത് പോലും ദത്തൻ ദത്തൻ എന്ന് പറഞ്ഞാണെന്ന്. അവൾ ഓരോന്ന് പെറുപിറുത്തുകൊണ്ട് അവൻ്റെ കൈ തട്ടി മാറ്റി ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചു. പക്ഷേ അവളുടെ ശ്രമത്തെ പാടെ തടഞ്ഞുകൊണ്ട് ദത്തൻ അവളെ പിടിച്ച് ബെഡിലേക്ക് കിടത്തി അവളുടെ മേലേക്ക് അമർന്നുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. അവളൊരു പിടച്ചിലോടെ ഉയർന്നു പൊങ്ങി. പക്ഷേ ദത്തൻ അനങ്ങിയില്ല. അവൻ അങ്ങനെ തന്നെ കിടന്നു. കഴുത്തിൽ അറിയുന്ന ഇളം ചൂടിൽ അവൾ സംശയത്തോടെ കണ്ണുകൾ വലിച്ചു തുറന്നു. അവളുടെ കഴുത്തിൽ ഒലിച്ചിറങ്ങുന്ന ഇളം ചൂടുള്ള നനവിൽ ധന്യ ഞെട്ടിപ്പോയി. അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. കരയുകയാണോ? ഈശ്വര, എന്തിനാ ഇപ്പോ? അവൾ വെപ്രാളത്തോടെ അവൻ്റെ മുഖം അവളുടെ കഴുത്തിൽ നിന്ന് പിടിച്ചുയർത്താൻ ശ്രമിച്ചു. ശ്രീ, പ്ലീസ്, അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ ഒന്നുകൂടി അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം കയറ്റി വെച്ചു. ധന്യ അവനെ തടഞ്ഞില്ല. അവൾ അവൻ്റെ മുടിയിഴകൾ പതിയെ തലോടി കൊടുത്തു. കുറച്ചധികം നേരം അവൻ അങ്ങനെ തന്നെ കിടന്നു. ശ്രീ, അവളിൽ നിന്ന് അടർന്നു മാറി ബെഡിലേക്ക് കിടന്നുകൊണ്ട് അവൻ വിളിച്ചു. അവളൊന്ന് മൂളി. കുറച്ചു സമയം കൂടി നീ എനിക്ക് തരണം. എനിക്ക് കഴിയുന്നില്ലടി. അയാൾ ജീവനോടെ ഇരിക്കുമ്പോൾ സന്തോഷിക്കാൻ കഴിയുന്നില്ല എനിക്ക്. അത്രത്തോളം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന എൻ്റെ അച്ഛനെ ഒരു ദയവുമില്ലാതെ അവർ കൊന്നു കളഞ്ഞില്ലേ? എൻ്റെ അമ്മ പാവമായിരുന്നില്ലേ ശ്രീ? ഞാൻ ഒത്തിരി കൊതിച്ചിരുന്നു ദേവനുള്ളതുപോലെ ഒരു കുഞ്ഞ് അനിയത്തിയെ. അവളെ കൊഞ്ചിക്കാനും ലാളിക്കാനും ഒക്കെ സമ്മതിച്ചില്ലല്ലോ ആരും. ആ മുഖം ഒന്ന് കാണാൻ പോലും. കൊന്നു കളഞ്ഞില്ലേ? എനിക്കുള്ളതെല്ലാം ഒരു നിമിഷം കൊണ്ട് തട്ടിയെടുത്തില്ലേ അവർ? എൻ്റെ ബാല്യം പോലും. ദത്തൻ്റെ കണ്ണുകളിൽ നിന്നും ഇരുവശത്തു കൂടിയും കണ്ണുനീർ ഒലിച്ചിറങ്ങി. നീ എന്നെ എങ്ങനെ സ്നേഹിക്കുമ്പോൾ ഭയം തോന്നുന്നു ശ്രീ. നിന്നെ കൂടി എനിക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ ഈ ദത്തനില്ല. അവൻ ഒന്ന് തേങ്ങിപ്പോയി. ധന്യ പകച്ചുപോയി. എല്ലാവരുടെയും മുന്നിൽ ഗൗരവക്കാരനും ദേഷ്യക്കാരനുമായ ദത്തൻ ദേവ് തൻ്റെ മുന്നിൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ തേങ്ങിക്കരയുന്നു. സ്നേഹം കൊതിക്കുന്ന ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സാണ് അവനുള്ളതെന്ന് അവൾ ഒരു വേദനയോടെ മനസ്സിലാക്കി. കണ്ണേട്ടാ, അവൾ നിറകണ്ണുകളോടെ അവനെ വിളിച്ചു. ദത്തൻ കണ്ണുകളുയർത്തി അവളെ നോക്കി. എന്നെ വിട്ടു പോകല്ലേ ശ്രീ, ഞാൻ മരിച്ചു പോകുമടി. അവൻ യാചന പോലെ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിമുറുക്കി. ഒരു പൊട്ടിക്കരച്ചിലോടെ ധന്യ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. അവനും അവളെ പൊതിഞ്ഞു പിടിച്ചു. കണ്ണേട്ടൻ്റെ ശ്രീ എവിടെയും പോകില്ല. എന്നും ഇങ്ങനെ ഈ നെഞ്ചോട് ചേർന്ന് തന്നെ ഉണ്ടാവും. കണ്ണേട്ടന് കിട്ടാതെ പോയ സ്നേഹം മുഴുവൻ ഞാൻ എൻ്റെ കണ്ണേട്ടന് തരും. ഈ ജന്മം എനിക്ക് നിങ്ങളിൽ നിന്നൊരു മടങ്ങിപ്പോക്കില്ല. ധന്യ അവനെ കൂടുതൽ വരിഞ്ഞു മുറുക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ അടുത്ത ജന്മമോ? ദത്തനിൽ പഴയ കുറുമ്പ്. ഇനിയുള്ള എല്ലാ ജന്മങ്ങളിലും ശ്രീധന്യയുടെ പാതി ദത്തൻ ദേവ് ആയിരിക്കും. ധന്യയുടെ ഉറച്ച വാക്കുകൾ ദത്തനിൽ സന്തോഷമുണർത്തി. അവളെ നെഞ്ചോട് ചേർത്ത് കിടത്തി അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അവൻ്റെ നെഞ്ചിലെ ചൂടുപറ്റി അവളും ഉറക്കത്തെ പുണർന്നു.